വെൽക്കം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ്. പ്രകൃതിയിലെ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി മാമ്പഴം കഴിക്കുന്നു. കുട്ടികൾ പുറപ്പെടുവിച്ച ശബ്ദം മൂലം തത്തകൾ പറന്നു പോകുന്നു. ഒരു കുട്ടി സ്പർശിച്ചപ്പോൾ ഒച്ച് തൻ്റെ തോടിനുള്ളിലേക്ക് മറിയുന്നു. പൂക്കൾ അവയുടെ സുഗന്ധം മൂലം ശലഭങ്ങളെ ആകർഷിക്കുന്നു. ഇവയെല്ലാം ജീവലോകത്തെ ഓരോ അനുഭവങ്ങളും ജീവികളുടെ അവയോടുള്ള പ്രതികരണങ്ങളുമാണ്. ജീവലോകത്ത് പ്രധാനമായും 5 സെൻസസാണുള്ളത്: വിഷൻ, ടേസ്റ്റ്, സ്മെൽ, സൗണ്ട് ആൻഡ് ടച്ച്. എങ്ങനെയാണ് ഒരു മാമ്പഴത്തിൻ്റെ മധുരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു തീയുടെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്? ഇവിടെ എല്ലാം ഉത്തരമാണ് നാം ഈ പാഠഭാഗത്ത് കാണാൻ പോകുന്നത്. വഴിയരികിൽ ഒരു പാമ്പിനെ കണ്ടാൽ നാം പേടിക്കില്ലേ? തീർച്ചയായും നാം പേടിക്കും. പേടി കാരണം നാം അവിടുന്ന് ഓടിമറിയുന്നു. ഈ സാഹചര്യത്തിൽ ഓടുക എന്നത് പ്രതികരണം അഥവാ റെസ്പോൺസാണ്. ഈ പ്രതികരണത്തിന് കാരണമായത് പാമ്പിനെ കണ്ടതാണ്. അതായത് അവിടെ സെൻസ് വിഷനാണ്. ജീവികളിൽ പ്രതികരണമുണ്ടാക്കുന്ന പ്രേരണകളാണ് സ്റ്റിമുലൈ അഥവാ ഉദ്ദീപനങ്ങൾ. സ്റ്റിമുലൈ ആർ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ്. സ്റ്റിമുലസ് 2 തരമുണ്ട്: ഇൻറ്റേർണൽ സ്റ്റിമുലസും എക്സ്റ്റേർണൽ സ്റ്റിമുലസ്. ശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്നതാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസ്. ഹങ്കർ, തേഴ്സ്റ്റ്, മൈക്രോബൽ ഇൻഫെക്ഷൻ മുതലായവയാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസിൻ്റെ എക്സാമ്പിളുകൾ. ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലസുകളാണ് എക്സ്റ്റേർണൽ സ്റ്റിമുലസ്. ലൈറ്റ്, ഹീറ്റ്, കോൾഡ്, ടച്ച് മുതലായവയാണ് എക്സ്റ്റേർണൽ സ്റ്റിമുലസിൻ്റെ എക്സാമ്പിളുകൾ. എപ്രകാരമാണ് ഇത്തരം സ്റ്റിമുലസുകളെ ശരീരം സ്വീകരിക്കുന്നത്? ഇതിനായി ശരീരത്തിൽ പ്രത്യേക സെൽസ് ഉണ്ട്. അവയാണ് റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ. റിസപ്റ്റേഴ്സ് എന്നത് ഒരു മോഡിഫൈഡ് ന്യൂറോണാണ്. ഇവ സ്റ്റിമുലസിനെ സ്വീകരിച്ച് നേർവ്സിലൂടെ തലച്ചോറിലേക്ക് ഇമ്പൾസസിനെ അയക്കുന്നു. നെർവസ് സിസ്റ്റമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നാവിലെ ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, കണ്ണിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് മുതലായവയാണ് ഉദാഹരണങ്ങൾ. സ്റ്റിമുലസിനെ തുടർന്ന് ശരീരത്തിലുണ്ടാകുന്ന ഇമ്പൾസസിനെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് നെർവസ് സിസ്റ്റമാണ് അഥവാ നാഡീ വ്യവസ്ഥയാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ അഥവാ നാഡീകോശം. വൈദ്യുതി കമ്പികളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് എപ്രകാരമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നെർവസ് സിസ്റ്റത്തിലൂടെ ഇമ്പൾസസ് കടന്നു പോകുന്നത്. നിങ്ങൾ ചകിരി ശ്രദ്ധിച്ചിട്ടില്ലേ? ഒത്തിരി ചെറിയ നാരുകൾ ചേർന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെയാണ് നെർവസ് സിസ്റ്റവും. നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ന്യൂറോൺ ആണ് നമ്മൾ കണ്ടു. ന്യൂറോണും ഒരു കോശമാണ് അഥവാ സെല്ലാണ്. മറ്റ് സെല്ലുകളെപ്പോലെ തന്നെ അവയ്ക്കൊരു സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, പിന്നെ ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഇനി നമുക്ക് ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ ഭാഗം സെൽ ബോഡി. സെൽ ബോഡി ഈസ് ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഓഫ് ന്യൂറോൺ. അതായത് ന്യൂറോണിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് സെൽ ബോഡിയാണ്. അതിനെ സോമ, പെരികാരിയോൺ മുതലായ പേരുകളിലും നമ്മൾ വിളിക്കുന്നു. അടുത്തത് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന നീളം കുറഞ്ഞ ഫിലമെൻസാണ്. ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ഈ ഭാഗമാണ്. അടുത്തത് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺസിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്സ്. തൊട്ടടുത്തുള്ള ന്യൂറോൺസിൽ നിന്ന് ഇമ്പൾസസിനെ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്. അടുത്തതാണ് ആക്സോൺ. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന നീളമേറിയ ഫിലമെൻസ് ആണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് എത്തിക്കുന്നതാണ് ഇതിൻ്റെ ജോലി. അടുത്ത ഭാഗമാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ഇമ്പൾസസിനെ സിനാപ്റ്റിക് നോബിലെത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിൻ്റെ ജോലി. അടുത്തതാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസാണ് ഇതിൻ്റെ ജോലി. ഷ്വാൻ സെൽസ്. ആക്സോണിനെ വലയം ചെയ്ത് സംരക്ഷിക്കുന്ന ചില പ്രത്യേകതരം സെൽസാണ് ഷ്വാൻ സെൽസ്. അടുത്തത് മൈലിൻ ഷീത്ത്. മിക്ക ആക്സോണുകളെയും പൊതിഞ്ഞ് കൊഴുപ്പടങ്ങിയ മൈലിൻ എന്നൊരു ആവരണമുണ്ട്. ഷ്വാൻ സെൽസാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ നിർമ്മിക്കുന്നത് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്ന പ്രത്യേകതരം സെൽസാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെളുത്ത നിറമാണ്. അതിനാൽ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു. അതുപോലെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഇറ്റ്സ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ആക്സോൺ. ആക്സോണിന് ആവശ്യമായ ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് ആക്സിലറേറ്റ് ഇമ്പൾസ് കണ്ടക്ഷൻ. അതായത് ഇമ്പൾസസിൻ്റെ സഞ്ചാരത്തെ ഈ മൈലിൻ ഷീത്ത് വേഗത്തിലാക്കും. 3. ആക്ട് ആസ് ഇലക്ട്രിക് ഇൻസുലേറ്റർ.
ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായി മൈലിൻ ഷീത്ത് നമ്മുടെ ആക്സോണെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നാലാമത്തെ, ഇറ്റ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. പുറമേ നിന്നുള്ള ക്ഷതങ്ങൾ, ഇഞ്ചുറീസ് മുതലായവ ആക്സോണിനെ ബാധിക്കാത്ത തരത്തിൽ മൈലിൻ ഷീത്ത് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു.